ഇല്ലാത്ത മോഷണ കുറ്റം ചുമത്തി പോലീസ് സ്റ്റേഷനിൽ ദളിത് സ്ത്രീയെ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ പേരൂർക്കട SIക്ക് സംഭവിച്ചത് ഗുരുതരമായ വീഴ്ചയാണ്. പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തിയിട്ടും FIR റദ്ദാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നുള്ളത്. സംഭവത്തിൽ ശംഖുമുഖം ACPയുടെ നേതൃത്വത്തിലുള്ള വകുപ്പ് തല അന്വേഷണം നടക്കുകയാണ്. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. MG പ്രതീഷാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ. ക്രിസ്റ്റീന, സമാനതകളില്ലാത്ത പീഡനമാണ് പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവതി നേരിടേണ്ടി വന്നത്. അതും ഇല്ലാത്ത മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്രൂരമായ ഒരു ഇടപെടൽ സ്റ്റേഷനിൽ അരങ്ങേറിയത്. ഈ സംഭവത്തിൽ പോലീസുകാർക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് നേരത്തെ പുറത്തു വന്നിരുന്നു. ഏറ്റവും പ്രധാനം, ഈ പേരൂർക്കട സ്റ്റേഷനിലെ നിലവിൽ സസ്പെൻഷനിലായ SIക്കെതിരെയാണ് ഈ ആരോപണങ്ങളും പുതിയ കണ്ടെത്തലുകളും ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന വ്യക്തിയോട് കാണിക്കേണ്ട സാമാന്യ മര്യാദ പോലും ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനമായും പറയുന്ന കാര്യം. ഈ മോഷണം പോയി എന്ന് പറഞ്ഞ് മാല കണ്ടെത്തിയിട്ടും FIR റദ്ദാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ തയ്യാറായില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഒപ്പം ഈ പരാതി നൽകിയ വീട്ടമ്മയ്ക്കെതിരെ കേസെടുത്തിട്ടില്ല. SC/ST വകുപ്പ് പ്രകാരം, ഒപ്പം വ്യാജ പരാതി എന്നിവയിൽ കേസെടുക്കേണ്ടതാണ്. അത്തരമൊരു നടപടിയൊന്നും തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. മറിച്ച് ഈ കുറ്റം ആരോപിക്കപ്പെട്ട ദളിത് സ്ത്രീയെ മാനസികമായി പീഡിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യമാണ് ഈ കാര്യത്തിൽ ഉയരുന്ന കാര്യം. നിലവിൽ ഈ കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 15 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സിറ്റി പോലീസ് കമ്മീഷണറും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സർക്കാരും ഈ വിഷയത്തെ ഗൗരവത്തോടു കൂടി കാണുന്നുമുണ്ട്. മാത്രമല്ല, മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഈ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷൻ തേടിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ഇന്ന് വിശദമായ ഈ മൊഴിയെടുപ്പ് അടക്കം ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ വ്യാജ പരാതി നൽകിയ വീട്ടമ്മയിൽ നിന്നടക്കം ഇന്ന് ഈ അന്വേഷണ സംഘം മൊഴിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഈ കൂടുതൽ ആളുകളിലേക്ക് കൂടി അന്വേഷണം എത്തണമെന്നതാണ് വീട്ടമ്മ പറയുന്ന കാര്യം. ഈ സസ്പെൻഷനിലായ SI മാത്രമല്ല, സ്റ്റേഷനിലെ ASIക്കും ഇതിൽ പങ്കുണ്ട് എന്നുകൂടി വീട്ടമ്മയും ഈ പരാതിക്കാരും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നൊരു സൂചന കമ്മീഷണറും ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. തന്നെയാണ് പ്രതീക്ഷ. ഇതിപ്പോൾ പ്രതിപക്ഷം അത് വലിയൊരു ആയുധമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. കാരണം ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ യാതൊരു തെളിവുകളുമില്ലാതെ തന്നെ പ്രതിയായി അങ്ങ് പരിഗണിക്കുന്നു. എന്നിട്ട് ഒരല്പം വെള്ളം വേണമെന്ന് പറയുമ്പോൾ ബാത്റൂമിൽ ശുചിമുറിയിൽ പോയി കുടിച്ചോളാൻ പറയുന്നു. അതൊക്കെ മനുഷ്യത്വരഹിതമായ കാര്യങ്ങളാണ്. അപ്പോൾ SI മാത്രമല്ല, ASI ഉണ്ടായിരുന്നു, മറ്റൊരു പോലീസുകാരനും ഉണ്ടായിരുന്നു എന്ന് ഇന്നലെ നമ്മളോട് ബിന്ദു പറയുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം വേണം. ഒരാളെയും വെറുതെ വിടരുത്. ഏതെല്ലാം പോലീസുകാർ മോശമായി അവരോട് പെരുമാറിയിട്ടുണ്ടോ, അത് ഒരു സ്ത്രീയുടെ മാനത്തിന്, അന്തസ്സിന്, അതുപോലെ തന്നെ നിറം നോക്കി, ജാതി നോക്കിയൊക്കെയുള്ള ഇതുപോലെ മുൻവിധികളോടുകൂടിയുള്ള പെരുമാറ്റങ്ങൾ, അതൊന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം പോലീസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നീതിയാണ്, സുരക്ഷയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ അന്വേഷണം പോകണം. സ്മിത, തീർച്ചയായും. കാരണം ഈ ദളിത് സ്നേഹം വാതോരാതെ സംസാരിക്കുന്ന സർക്കാരിൻ്റെ തന്നെ ഭരണ സംവിധാനങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലൊരു അനുഭവം ഒരു യുവതിക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരു സ്റ്റേഷനിൽ പ്രതിയായിക്കോട്ടെ, അല്ലെങ്കിൽ പരാതി നൽകാനെത്തുന്ന വ്യക്തി ആയിക്കോട്ടെ, അവരോടൊക്കെ കാണിക്കേണ്ട സാമാന്യ ഒരു മര്യാദ പോലും പോലീസ് ഉദ്യോഗസ്ഥർ കാണിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പരാതി ലഭിക്കുമ്പോൾ ആ പരാതിയിന്മേൽ സ്വീകരിക്കേണ്ട സാമാന്യ അല്ലെങ്കിൽ പ്രാഥമിക നടപടികൾ പോലും സ്വീകരിക്കാതെയാണ് പോലീസുകാർ ഈ യുവതി തന്നെയാണ് പ്രതിയെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഈ പൊതുമധ്യത്തിൽ ഉൾപ്പെടെ ഈ സ്ത്രീയെ അപമാനിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ കവടിയാർ ഒപ്പം അമ്പലമുക്ക് മേഖലയിൽ കണ്ടുപോകരുതെന്നുള്ള അത്തരത്തിലുള്ള ധാർഷ്ട്യത്തോടു കൂടിയുള്ള പെരുമാറ്റം, പ്രസ്താവനകളൊക്കെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ ശക്തമായൊരു നടപടി ഈ ഘട്ടത്തിൽ വേണമെന്ന ആവശ്യം ഉയരുന്നത്. പ്രതിപക്ഷമടക്കം ഈ വിഷയത്തെ വലിയ രാഷ്ട്രീയ ആയുധമായി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉൾപ്പെടെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാരിൽ നിന്നും പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളിലേക്ക് കൂടി ഇന്ന് പോലീസ് കടക്കും. സ്മിത, പ്രതീക്ഷ, ഒപ്പം തന്നെ
തുല്യത, സമത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സമത്വം മൗലികാവകാശമായിട്ടുള്ള ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നത് വലിയ കഷ്ടമാണ്. അപ്പോൾ ഇനി ഏത് തരത്തിലായിരിക്കും ഈ ദളിത് സ്ത്രീ നമുക്ക് ഇത്രയും വർഷത്തിന് ശേഷം പറയാനാകുമോ എന്നറിയില്ല അവർ മുന്നോട്ട് പോവുക? ക്രിസ്റ്റീന, തീർച്ചയായും അത്തരത്തിൽ ശക്തമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് പോകുമെന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ടാണ് ഈ കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിൽ തന്നെ ഈ കേസ് അന്വേഷിക്കാനുള്ള ഒരു നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഈ യുവതി കുറ്റക്കാരിയല്ല എന്ന് കണ്ടെത്തിയതോടുകൂടി തന്നെ ഇനി ഈ പരാതി നൽകിയ വീട്ടമ്മയ്ക്കെതിരെയും ഒപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ SC/ST വകുപ്പുകളിലടക്കം ഏതെങ്കിലും തരത്തിൽ കേസെടുക്കുമോ എന്നതാണ് പ്രധാനമായും ഇനി പുറത്തു വരാനുള്ള കാര്യം. നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് നേരത്തെ കൈമാറിയിട്ടുണ്ട്. അതിൽ ഈ SIയുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായി എന്നതാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ അടക്കം പറയുന്നത്. ഈ വളരെ മോശമായ തരത്തിലുള്ളൊരു പെരുമാറ്റമാണ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. കാരണം കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ പോലും ശുചിമുറിയിൽ പോകൂ എന്നുള്ള അത്തരത്തിലൊരു പരാമർശം ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള പരാമർശങ്ങൾ ഈ കേസിലുണ്ടായി. പെൺമക്കളെ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഈ യുവതിയെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചു എന്നുള്ള അതിഗുരുതരമായ ആരോപണം ബിന്ദു ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.